എൻ്റെയും നിങ്ങളുടെയും നിത്യമായ മരണം അവൻ ഏറ്റെടുത്തു. അവൻ ശരീരത്തിൽ മരിച്ചു. അവനെ ചാട്ടവാർ കൊണ്ട് അടിച്ചു. അവൻ്റെ കർണക്കുരുക്കിൽ അടിച്ചു. അവൻ്റെ തലയിൽ മുൾമുടി വെച്ചു. അവനെ ആണികളാൽ അടിച്ച് തൂക്കിയിട്ടു. ശിരസിൽ നിന്നും, കരങ്ങളിൽ നിന്നും, കാലിൽ നിന്നും, പുറത്തു നിന്നും, ഹൃദയവും എല്ലാം രക്തം വന്ന് രക്തത്താൽ അവൻ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി അവൻ്റെ അവസാനത്തെ തുള്ളി രക്തം വരെ ചിന്തി. അവിടെ കിടന്ന് അവൻ ശരീരത്തിൽ മരിച്ചു. ആത്മാവിലും ശരീരത്തിലും മരിച്ച യേശുവിനെ അടക്കം ചെയ്തു. കല്ലറയ്ക്കുള്ളിൽ അടക്കം ചെയ്തു. 3 ദിവസം അവൻ അവിടെ കിടന്നു. നരകത്തിലേക്ക് പോയി. എന്നാൽ മൂന്നാം ദിവസം ലോകം സൃഷ്ടിച്ചതിന് ശേഷം ഇന്ന് വരെ സംഭവിക്കാത്ത ഒരു അത്ഭുതം. 3-ാം ദിവസം ആത്മാവിൽ മരിച്ച യേശു, ശരീരത്തിൽ മരിച്ച യേശു പാപത്തെയും ശാപത്തെയും സാത്താനെയും മരണത്തെയും പരാജയപ്പെടുത്തിക്കൊണ്ട് കല്ലറകൾ തുറന്ന് അവൻ ഉത്ഥിതനായി. ഉയർത്തെഴുന്നേൽപ്പ്. അവൻ ഉത്ഥാനം ചെയ്തു. അവൻ്റെ കല്ലറയിൽ ഇന്ന് അവനില്ല. ബാക്കി എല്ലാ കല്ലറകളിലും എഴുതിയിട്ടുണ്ട് റെസ്റ്റ് ഇൻ പീസ്. അവൻ്റെ കല്ലറയിൽ എഴുതിയിട്ടുണ്ട് അവൻ ഇവിടെ ഇല്ല. അവനെ ഉത്ഥാനം ചെയ്തിരിക്കുന്നു. അവൻ ജീവിക്കുന്നു. 2000 വർഷം മുമ്പ് ശരീരത്തിൽ ഈ ഭൂമിയിലൂടെ നടന്നു നീങ്ങിയ അതേ യേശു ഇന്നും ഈ ഭൂമിയിലൂടെ നടന്നു നീങ്ങുന്നുണ്ട്. പക്ഷെ അവൻ്റെ ശരീരം ഇന്നും മറിയത്തിൽ നിന്നെടുത്ത ശരീരമല്ല. അവൻ്റെ ശരീരം അവൻ്റെ വചനത്തിൽ ജീവിക്കുന്ന ശിഷ്യന്മാരുടെ ശരീരത്തിലൂടെ ഈ വചനപ്രകാരം വള്ളി പൊള്ളി വ്യത്യാസമില്ലാതെ, ഒരു മനുഷ്യനെയും ഭയപ്പെടാതെ, ഒരു മനുഷ്യനെയും സന്തോഷിപ്പിക്കാതെ, ഒരു മനുഷ്യനെയും പ്ലീസ് ചെയ്യാതെ ദൈവത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി ജീവിക്കുന്ന ശിഷ്യൻ ആരുണ്ട്? അവൻ്റെ ശരീരത്തിൽ യേശു ജീവിക്കുന്നു. ഇന്നും അവൻ ഈ ഭൂമിയിൽ വെച്ച് പ്രസംഗിച്ച ദൈവരാജ്യം പ്രസംഗിക്കുന്നു. അവൻ ആ വ്യക്തിയുടെ കരങ്ങളിലൂടെ അനേകരെ സൗഖ്യപ്പെടുത്തുന്നു, പിശാചുക്കളെ പുറത്താക്കുന്നു. ആ യേശു ഇന്നും ജീവിക്കുന്നു. അങ്ങനെയുള്ള ശിഷ്യന്മാരുടെ ആ ശിഷ്യന്മാര് എപ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നോ അവര് റോമ 6 പറയുന്നത് പോലെ യേശുവിൻ്റെ ആ കുരിശിൽ ആദത്തിൻ്റെ ഛായയെ സൃഷ്ടിക്കപ്പെട്ട ആ മനുഷ്യൻ മരിക്കുന്നു. അവനും അടക്കം ചെയ്യുന്നു. അവൻ യേശുവിനോട് ഉത്ഥാനം ചെയ്യുന്നു. ആ യേശുവിൻ്റെ ശിഷ്യന്മാർ, വീണ്ടും ജനിച്ച ഈ സ്ത്രീ പുരുഷന്മാർ, ഈ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു കൂടുന്ന അതാണ് സഭ. യേശുവിൻ്റെ സഭ, യേശുവിൻ്റെ ശരീരം. ഇന്നൊരു കെട്ടിടമല്ല, കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും നിർമ്മിച്ച ഒരു കെട്ടിടമല്ല. ഇത് മനുഷ്യ ആത്മാക്കളെ കൊണ്ട്, ജീവനുള്ള കല്ലുകളെന്ന് ദൈവത്തിൻ്റെ വചനം വിളിക്കുന്ന മനുഷ്യ ആത്മാക്കളെ കൊണ്ട് നിർമ്മിച്ച ദൈവത്തിൻ്റെ ഭവനമാണിത്. യേശു വസിക്കുന്ന ഭവനമാണ്. നിങ്ങൾക്ക് യേശുവിനെ കാണണോ? ഇവിടെ വരണം. മറ്റേത് മതം. ഇത് പ്രസംഗിക്കാത്ത, ഈ സത്യങ്ങൾ അനുഭവിച്ചറിയാത്ത, യേശു ചെയ്ത അതേ ദൗത്യം ചെയ്യാത്തത് ക്രിസ്തു മതം. ഞാൻ പറയുന്നത് വചനത്തിൽ നിന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി. There is a difference between Christianity and ക്രിസ്തു മതം. ക്രിസ്തു മതത്തിൽ ആചാരം മതി, അനുഷ്ഠാനം മതി, നേർച്ചകാഴ്ചകൾ മതി, പ്രാർത്ഥനകൾ മതി, നന്മ പ്രവൃത്തി ചെയ്താൽ മതി. എന്നാൽ ക്രിസ്ത്യാനിറ്റിയിൽ വചനം വേണം. ക്രിസ്ത്യാനിക്ക് വചനം വേണം. ക്രിസ്തു മതത്തിന് വചനം വേണ്ട. ഈ സത്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ക്രിസ്തു മതത്തിൽ രക്ഷയുണ്ടെന്ന് ചോദിച്ചാൽ വചനപ്രകാരമില്ല. അതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ എൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ രക്ഷിക്കപ്പെടണം. അവർക്ക് ദൈവത്തിന് വേണ്ടി തീഷ്ണതയുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ അത് ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇന്ന് ക്രിസ്തു മതത്തിലുള്ളവർക്ക് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു.
എന്നാൽ അത് ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അജ്ഞരായതുകൊണ്ട് ദൈവനീതിക്ക് അവർ കീഴടങ്ങുന്നില്ല. അവർ അവരുടേതായ നീതി സ്ഥാപിക്കാൻ നോക്കുന്നു. ഇത് പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കാൻ ദൈവം നിങ്ങളുടെ ആത്മീയ കണ്ണ് തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ദയവായിട്ട് തുറന്ന മനസ്സോടുകൂടി കേൾക്കണമേ. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. ഇത് ആരെയും വിമർശിക്കുവാനോ ആരെയും കുറ്റപ്പെടുത്തുവാനോ ആരെയും പരാജയപ്പെടുത്തുവാനോ അല്ല പറയുക. ദൈവത്തിൻ്റെ വചനം സത്യമാണ്. ദൈവവചനം മാത്രമാണ് സത്യം. യോഹന്നാൻ 17:17 പറയുന്നു, നിന്റെ വചനമാണല്ലോ സത്യം. ഈ സത്യം ആണ് നമ്മളോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ടായിരിക്കാം. കാരണം നമ്മൾ ശീലിച്ചു പോകുന്നതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ കേൾക്കുക. അതിൻ്റെ കാരണം ഇതൊരു പുതിയ കാരണമല്ല. അനാദിയിലെ ഫ്രം ഇറ്റേണിറ്റി ആദിയിൽ വചനമുണ്ടായിരുന്നു. ആ വചനമാണ് നമ്മളോട് പറയുന്നത്. അല്ലാതെ നമ്മളിത് നേരത്തെ വായിക്കാഞ്ഞതുകൊണ്ട് നമുക്ക് മനസ്സിലായിട്ടില്ല, കേൾക്കാഞ്ഞതുകൊണ്ട് മനസ്സിലായിട്ടില്ല. സത്യം നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ശീലിച്ചു പോകുന്നതും നമ്മൾ പരിചയിച്ചു പോകുന്നതുമായ കാര്യങ്ങളായിരിക്കും പറയുക. അപ്പോൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പസ്തോലന്മാരുടെ 17-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യം പറയുന്നു, പ്രപഞ്ചവും അതിലുള്ള സകലവും സൃഷ്ടിച്ച ദൈവം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവാകുന്നു. ആ ദൈവം കൈപ്പണിയായ ആലയങ്ങളിൽ വസിക്കുന്നില്ല. അവിടുന്ന് എല്ലാവർക്കും ജീവനും ശ്വാസവും മറ്റുള്ള സകലവും നൽകുന്നവനാകിയാൽ എന്തെങ്കിലും ആവശ്യമുള്ളവൻ എന്ന പോലെ മനുഷ്യകരങ്ങളാൽ ശുശ്രൂഷിക്കപ്പെടുന്നവനുമല്ല. ഇന്ന് നമ്മൾ പുതിയ നിയമത്തിലാണ്. പഴയ നിയമകാലത്ത് ദൈവം ചില അടയാളങ്ങൾ കാണിക്കാൻ വേണ്ടി ചില ആലയങ്ങളൊക്കെ പണിത് കേട്ടിനുമൊക്കെ ഇട്ട് പരിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും ഒക്കെ ആയിട്ട് നമ്മളെ കാണിച്ചത് അടയാളങ്ങളായിരുന്നു. ഇന്ന് നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് വന്നിരിക്കുക. ഇന്ന് യേശുവിൻ്റെ വരവിന് ശേഷം നമ്മൾ വായിച്ചു കേട്ടു, നമ്മളെ സൃഷ്ടിച്ച ദൈവം മനുഷ്യ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ആലയങ്ങളിലല്ല വസിക്കുക. അവൻ വസിക്കുന്നത് യഥാർത്ഥത്തിൽ വീണ്ടെടുക്കപ്പെട്ട യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ വചനത്തിൽ ജീവിക്കുന്ന അവൻ്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളായി തീർന്ന ആ വ്യക്തികളിലാണ് യേശു ജീവിക്കുക. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്ലാൻ, ദൈവം മനുഷ്യനെ അവൻ്റെ ഛായയിലും സാദൃശ്യം സൃഷ്ടിച്ചപ്പോൾ ആത്മാവായ ദൈവം അവനെ ആത്മാവായിട്ട് സൃഷ്ടിച്ചത് ദൈവം അവൻ്റെ ശരീരത്തിനുള്ളിൽ വസിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയായിരുന്നു. എന്നാൽ മനുഷ്യൻ പിശാചിനെ കേട്ടതുകൊണ്ട് ദൈവത്തിൽ നിന്നും അകന്ന് ദൈവത്തിൻ്റെ ഛായ അവനിൽ നിന്നും മങ്ങിപ്പോയി. അവൻ പിശാചിൻ്റെ അടിമയായി, അവൻ പാപിയായി, അവൻ ശപിക്കപ്പെട്ടവനായി. അവൻ ദൈവത്തിൻ്റെ ജോലി ഇവിടെ ചെയ്യുവാൻ യൂസ്ലെസ് ആയതുകൊണ്ട് ദൈവം അവനെ കൈവിട്ടില്ല. ദൈവം വേറെ ഒരു സൃഷ്ടി ആരംഭിച്ചു മറ്റൊരാദത്തിലൂടെ. ആ ആദമാണ് ഈ മനുഷ്യൻ്റെ എല്ലാം പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് തൻ്റെ കുരിശുമരണത്തിലൂടെ പാപത്തെയും ശാപത്തെയും മരണത്തെയും സാത്താനെയും പരാജയപ്പെടുത്തി അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്ത് പുതിയ ഒരു സൃഷ്ടി ആരംഭിച്ചു. നമ്മൾ ഈ സൃഷ്ടിയിൽ നിന്നും നമ്മൾ ഇതിലൂടെ കടന്ന് ഇവിടെ എത്തിയെങ്കിലേ ഒരു വീണ്ടും ജനനം ആരംഭിക്കുകയുള്ളൂ. അനാദിയിലെ ദൈവത്തിനുണ്ടായിരുന്ന ഈ പ്ലാൻ ഇനിയും നമുക്ക് ഇവിടെ നിറവേറ്റപ്പെടണം. അതിനാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അതിനാണ് കർത്താവ് പറഞ്ഞത്, നീ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക, എല്ലാവരെയും ശിഷ്യപ്പെടുത്തുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുക. എങ്കിൽ മാത്രമേ ഈ സൃഷ്ടി ഒരു പുതിയ സൃഷ്ടി ആയിക്കൊണ്ട് ദൈവത്തിൻ്റെ പ്ലാൻ നടപ്പാക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് തന്ന ഈ വലിയ ദൗത്യം, ഈ വലിയ ദാഹം. നിങ്ങളെ എനിക്ക് അറിയത്തില്ലെങ്കിലും കാണത്തില്ലെങ്കിലും നിങ്ങളുടെ ആത്മാക്കൾ ദൈവത്തിന് വിലപ്പെട്ടതാണ്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തുറന്ന മനസ്സോടുകൂടി കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.